ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല മണമുള്ള നല്ലൊരു വറുത്തരച്ച സാമ്പാറാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6 ടേബിൾ സ്പൂൺ തോരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് 1 കപ്പ് വെള്ളത്തിൽ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക. ഒരു വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഇതിലേക്ക് വേണ്ട കഷ്ണങ്ങൾ നോക്കാം. കുറച്ച് വെജിറ്റബിൾസാണ് എപ്പോഴും സാമ്പാറിന് എടുക്കുക. കുറേ വെജിറ്റബിൾസ് ആയാൽ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ, ഒരു 4-5 പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 പീസ് ക്യാരറ്റ് എടുക്കാം കേട്ടോ. പിന്നെ 2 ചെറിയ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, 1-2 പച്ചമുളക്, 8-10 ചുവന്നുള്ളി എടുക്കുക. പിന്നെ ഒരു 2 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതി, ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ വെണ്ടയ്ക്കയും സവാളയും ഒഴികെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ വെണ്ടയ്ക്കയും സവാളയും ഒഴികെയുള്ള ബാക്കി കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇടുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഞാൻ വെണ്ടയ്ക്കും ആ പകുതി സവാളയും അരിഞ്ഞത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടായിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ വെണ്ടയ്ക്കും അതുപോലെ തന്നെ സവാളയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വല്ലാതെ അങ്ങനെ കളർ മാറൊന്നും വേണ്ട. വെണ്ടയ്ക്ക വറുത്ത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ വഴുവഴുപ്പ് പോയി കിട്ടും. ഇനി ഇതിലേക്കുള്ള നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്തിരിക്കുന്നത്. ഉലുവ ഒന്ന് മൂപ്പിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2 ചുവന്നുള്ളി ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാളികേരമാണ് ചേർക്കുന്നത്. ഇപ്പോഴും നമ്മൾ സാമ്പാറൊക്കെ വെക്കുമ്പോൾ കുറേ നാളികേരം ചേർക്കാതെ കുറച്ച് നാളികേരം ചേർത്ത് വെക്കുമ്പോഴാണ് അതിന് കറക്റ്റ് രുചിയും മണമൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ 2 വലിയ സ്പൂൺ നാളികേരമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടിക്ക് പകരം മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ നിറച്ചും ചേർത്താൽ മതി. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് എരിവ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവാണെങ്കിൽ കുറവ് ചേർക്കാവുന്നതാണ് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. 2 കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആ നാളികേരമൊക്കെ ഒന്ന് മൂത്ത് ആ പൊടിയൊക്കെ മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് ഏറ്റവും അവസാനം 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കുക കേട്ടോ. കട്ടിക്കായ ഉണ്ടെങ്കിൽ ആദ്യം കട്ടിക്കായ ഒന്ന് മൂപ്പിക്കുക ഉലുവയുടെ കൂടെ. പൊടിയാണെങ്കിൽ ഏറ്റവും അവസാനം ചേർത്താൽ മതി. നാളികേരും അതുപോലെ തന്നെ ആ പൊടികളൊക്കെ ഒരു 5 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്താൽ മതി കേട്ടോ. കായം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് കഷ്ണം വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അമരയ്ക്കൊക്കെ യൂസ് ചെയ്യാം, വഴുതനങ്ങ യൂസ് ചെയ്യാം. കഷ്ണം വെന്ത് വരുമ്പോൾ ഇതിലേക്ക് 1 തക്കാളിയും പിന്നെ അതുപോലെ തന്നെ വെണ്ടയ്ക്ക വഴറ്റിയതും കൂടി ചേർക്കുക. പിന്നെ ആ പരിപ്പ് വേവിച്ച് വെച്ചിട്ടില്ലേ അതും കൂടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് ചേർക്കുകയാണ്. പുളി നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ വളരെ കുറച്ച് പുളിയെ ചേർക്കണ്ടു. പുളി ഒഴിച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളച്ച് ആ പുളി നന്നായിട്ട് വേവണം. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കുക. പുളിയും വെണ്ടയ്ക്കൊക്കെ ഒരുമിച്ച് ചേർക്കുമ്പോൾ ആ വെണ്ടയ്ക്ക അങ്ങനെ വല്ലാതെ ഉടഞ്ഞു പോവില്ല. ആ പാകത്തിന് അതിലേക്കൊക്കെ ആ പുളി പിടിക്കുകയും ചെയ്യും. അപ്പോൾ പുളി നന്നായിട്ട് വേവണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ പുളി ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ നല്ല ആ വെന്ത ഒരു മണം വരാൻ തുടങ്ങും. അപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഈ അരപ്പ് ചേർക്കുക. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ നല്ല ചൂടുള്ള വെള്ളമാണ് ചേർക്കുക കേട്ടോ. തണുത്ത വെള്ളം ചേർക്കരുത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാൻ ഒരു കഷ്ണം ശർക്കര ചേർത്തിട്ടുണ്ട്. ആ പുളിയും എരിവും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശർക്കര നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കേണ്ടതില്ല, നിർബന്ധമില്ല. ഞാൻ ചെറിയൊരു കഷ്ണമേ ചേർത്തിട്ടുള്ളൂ. ഈ അരപ്പ് ചേർത്തിട്ട് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. തിള വന്നതിൻ്റെ ശേഷം ഏറ്റവും അവസാനം കുറച്ച് കറിവേപ്പില, 1 തണ്ട് മല്ലിയില കൂടി ചേർക്കുക. മല്ലിയില അധികം ചേർക്കണ്ട, 1 തണ്ട് ചേർത്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് കടുക് വറുത്തിടാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 നുള്ളു ഉലുവ, 2-3 ഉണക്കമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് കടുക് വറുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം. കുറച്ച് കറി എടുത്തിട്ട് ഈ തടുക്കാപ്പയിലോട്ട് ഒഴിച്ചിട്ട് തിരിച്ചൊഴിക്കുക. കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള വറുത്തരച്ച സാമ്പാറാണ്. വളരെ ഈസിയാണിത്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യണേ. താങ്ക്